നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇടവം 1-ാം തീയതി മുതൽ അപ്രതീക്ഷിതമായി ഭാഗ്യം വന്നു ചേരുന്ന, ധനപരമായി നേട്ടമുണ്ടാകുന്ന കുറച്ച് നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. എനിക്ക് പറയാനുള്ളത്, ഈ നക്ഷത്രജാതകർ അവരുടെ അവസരം പാഴാക്കരുത്. ഇതുവരെ അവർക്ക് കഷ്ടപ്പാടായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം, സങ്കടങ്ങൾ ഒട്ടനവധി ഉണ്ടായിരിക്കാം, ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ടാകാം, സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങളില്ലാത്ത സമയം വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇനി മാറുകയാണ്. സാമ്പത്തികമായി ഈ നക്ഷത്രജാതകർക്ക് നേട്ടങ്ങളുടെ സമയം. അപ്രതീക്ഷിത സൗഭാഗ്യം എന്ന് ഞാനിതിനെ വിളിക്കും. ഒരിക്കലും ഈ ഒരു സൗഭാഗ്യം ഈ നക്ഷത്രജാതകർ പാഴാക്കരുത്. ഭാഗ്യം ഒട്ടനവധിയാണ്, നേട്ടങ്ങളുടെ സമയമാണ് ഇനി. ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റു ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒക്കെ ഇത് ഒന്ന് ഷെയർ ചെയ്താൽ വളരെ ഉപകാരമായി. ചൊവ്വ വെള്ളി ദിനങ്ങളിൽ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയായാലും അത് നടന്നു കിട്ടും എന്നത് യാഥാർത്ഥ്യമാണ്. കമൻറ്റ് ബോക്സിലൂടെ പേരും ജന്മനക്ഷത്രവും എഴുതിയ ഒത്തിരി ആൾക്കാർക്ക് സൗഭാഗ്യങ്ങൾ ലഭിച്ചു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് എൻ്റെ വാട്സാപ്പ് നമ്പറിലൂടെയും കമൻറ്റിലൂടെയും അറിയിച്ച എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇടവം 1 മുതൽ അപ്രതീക്ഷിതമായി സൗഭാഗ്യം അനുഭവിക്കുന്ന നക്ഷത്രജാതകർ നവഗ്രഹ പൂജ നടത്തുക. നമുക്കറിയാം നവഗ്രഹങ്ങൾ ഏതൊക്കെയാണ് എന്ന്. സൂര്യൻ, ചന്ദ്രൻ, കുജൻ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ഈ ഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം മഹാമാരിയുടെ സമയമാണ്. ക്ഷേത്രങ്ങൾ അടവാണ്. പൂജ കഴിപ്പിക്കുവാനോ അല്ലെങ്കിൽ വഴിപാടുകൾ കഴിപ്പിക്കാനോ സാധ്യമാകാത്ത സമയമാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ഇത് ചെയ്യുവാൻ ഇപ്പോൾ കഴിഞ്ഞില്ല എങ്കിലും നിങ്ങൾ മനസ്സിൽ ആരാധിക്കുക, മനസ്സിൽ വഴിപാടുകൾ അർപ്പിക്കുന്നതായി സങ്കല്പിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. നവഗ്രഹ പൂജ ക്ഷേത്രങ്ങൾ തുറക്കുന്ന സമയത്ത് ചെയ്യുക. ഒത്തിരി സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒത്തിരി സഫലമാകും. ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങൾ ഇവരുടെ വഴിയെ തന്നെ പോകും. ഈ ഒരു ജന്മം മുഴുവൻ സമ്പന്നനായി കഴിയുവാൻ ഈ ഭാഗ്യമുള്ള നക്ഷത്രജാതകർക്ക് കഴിയും. ഒത്തിരി ഭാഗ്യം സിദ്ധിക്കുന്ന, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാൻ കഴിയുന്ന നക്ഷത്രജാതകരെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഇവർക്ക് വിശേഷ ഫലങ്ങളാണ് ഇടവം 1-ാം തീയതി മുതൽ ലഭിക്കുന്നത്. അപ്രതീക്ഷിതമായ ധനലാഭമാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത്. ആഗ്രഹ സാഫല്യീകരണത്തിൻ്റെ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകർ വീട്, കാറ്, വസ്തുവകകൾ ഇവയൊക്കെ ഈ നക്ഷത്രജാതകർ വാങ്ങും. ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവർക്ക് ഉണ്ടാകും. മാത്രമല്ല, ഇവർ ദുബൈയിലൊക്കെ പോകുവാൻ ഇവർക്ക് സാധ്യതയേറെയാണ്. അതുപോലെ അമേരിക്ക, ജപ്പാൻ, അതുപോലെ പല വിദേശ രാജ്യങ്ങളിലും ഈ നക്ഷത്രജാതകർക്ക് പോകുവാൻ സാധ്യമാകും. നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഉപരിപഠനത്തിന് വിദേശ രാജ്യങ്ങളിൽ ഒത്തിരി ചാൻസ് വന്നു ചേരും എന്ന് സാരം. അതുപോലെ ദുബായിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രമിച്ചാൽ ഈ നക്ഷത്രജാതകർക്ക് ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ പോകാനും അവിടെ നല്ല രീതിയിൽ ഡെവലപ്പാകാനും ഒത്തിരി സൗഭാഗ്യങ്ങൾ വാരിക്കൂട്ടുവാനും ഈ ഭാഗ്യമുള്ള നക്ഷത്രജാതകർക്ക് കഴിയും. അപ്രതീക്ഷിതമായി ധനാഗമനമുണ്ടാകുന്ന 9 നക്ഷത്രജാതകരെയാണ് പരിചയപ്പെടുത്തുന്നത്. അവർ
തകർക്കും. സകല രീതിയിലും സകല ഭാഗ്യവും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. സകലവിധ ഭാഗ്യങ്ങളും വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകർ ഇവരാണ്. ഒന്നാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം അശ്വതി തന്നെയാണ്. ഞാനിവരിൽ കാണുന്നത് ധനയോഗമാണ്, സമ്പദ് സമൃദ്ധിയാണ് ഫലം. അങ്ങനെയെങ്കിൽ ലോട്ടറി ഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകും. എല്ലാ രീതിയിലും സൗഭാഗ്യം, ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുവാൻ ഈ ഭാഗ്യമുള്ള നക്ഷത്രത്തിന് സാധ്യമാകും. വിചാരിച്ച കാര്യം സാധിക്കും. ഏത് തൊഴിൽ ചെയ്താലും അധിക ലാഭം ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകും. ആലോചിച്ച് ചെയ്യണം എന്ന ഭയപ്പാട് വേണ്ട, തീരുമാനിച്ചിറങ്ങിക്കോ. എല്ലാ രീതിയിലും സൗഭാഗ്യമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നത്. രണ്ടാമത്തെ നക്ഷത്രം കാർത്തിക. ഗജകേസരി യോഗമാണ് ഫലം. അതുകൊണ്ട് തന്നെ ധന അഭിവൃദ്ധി ഇവർക്ക് ഉണ്ടാകും. എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു നിറയും. പവിത്രമായ ആ ധർമ്മപത്നിയുടെ ഓരോ സൗഭാഗ്യവും ഈ നക്ഷത്ര ജാതകൻ അനുഭവിക്കും. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, കാർത്തിക നക്ഷത്ര ജാതകർ കല്യാണം കഴിഞ്ഞാൽ രക്ഷപ്പെടും. സൗഭാഗ്യമാണ്. നിങ്ങളിൽ ആരെങ്കിലും വിവാഹിതരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇനി നിങ്ങൾക്ക് നല്ല സമയമാണ്. സൗഭാഗ്യങ്ങളുടെ കാലഘട്ടം. മൂന്നാമത്തെ നക്ഷത്രം മകയിരം. മകയിരം നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ജീവിതത്തിലെ ഉയർച്ചയുടെ കാലഘട്ടമാണ് ഇടവമാസം 1-ാം തീയതി മുതൽ സംഭവിക്കുന്നത്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തുക. പാൽപ്പായസം മാത്രം പോരാ, ഭാഗ്യസുക്താർച്ചനയും കൂടി നടത്തുക. ഭാഗ്യം കൂടെയുണ്ട്. ലോട്ടറി ഭാഗ്യം വരെ വന്നു ഭവിക്കാം. അടുത്ത നക്ഷത്രം തിരുവാതിര. ശിവഭഗവാന് കൂവളമാല ചാർത്തണം. ഈ നക്ഷത്ര ജാതകർക്ക് ശോഭനമായ ഒരു ഭാവിയാണുള്ളത്. രാജയോഗമാണ്. എന്ത് രീതിയിലും ഇവർ വിജയിക്കും. അടുത്ത നക്ഷത്രം പൂയം തന്നെയാണ്. പ്രിയപ്പെട്ട പൂയം, സൗഭാഗ്യങ്ങൾ ഒത്തിരി അനുഭവിക്കുവാനുള്ള യോഗം പൂയം നക്ഷത്ര ജാതകർക്കുണ്ട്. അവർക്ക് ഇക്കുറി ഭാഗ്യം ഒത്തിരിയാണ്. ഒരുപാട് ധനം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. ആഗ്രഹിച്ച പോലെയൊക്കെ ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും ആസ്വദിക്കുവാൻ ഈ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർക്ക് കഴിയും. ഇനിയുള്ള നാളുകൾ അവരുടേതാണ്. ധനം ധാരാളം വന്നു ചേരും. വസ്തുവകകൾ വാങ്ങിക്കൂട്ടും. സന്തോഷിക്കുവാൻ ഒത്തിരി അവസരങ്ങൾ വന്നു ചേരും. പഴയ കാലങ്ങളൊക്കെ ഓർത്ത് ഇനിയും ചുമ്മാ ഇരുന്ന് കണ്ണീരൊരുക്കാതെ നല്ല നാളുകൾക്ക് വേണ്ടി കാത്തിരിക്കുക. തീർച്ചയായും അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ്. ഭാഗ്യം നിങ്ങളോടൊപ്പമാണ്. ഏഴാമത്തെ ആ ഭാഗ്യ നക്ഷത്രം ഉത്രം. ഉത്രം നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ഇവർക്കൊരു സൂപ്പർ ജീവിതമുണ്ടാകും. നല്ല രീതിയിൽ തന്നെ ഇവർ ജീവിച്ചു തീർക്കും. ഭാഗ്യം ഒത്തിരിയാണ്. ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അനുഭവിച്ചവരാണ്. ഇടവമാസം 1-ാം തീയതി മുതൽ ഈ ഭാഗ്യ നക്ഷത്ര ജാതകരുടെ കടവും പ്രശ്നങ്ങളും ഒക്കെ തീർന്ന് ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ വാങ്ങിക്കൂട്ടും ഈ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ. അടുത്ത നക്ഷത്രം, ആ നക്ഷത്ര ജാതകർക്ക് എല്ലാ രീതിയിലും സൗഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ഇടവം മാസം 1-ാം തീയതി. ആ നക്ഷത്ര ജാതകം വിശാഖമാണ്. ഭാഗ്യം ഒട്ടനവധി കൂടെയുണ്ട്. അവർ ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് ജീവിതത്തിൻ്റെ സകലവിധ സൗഭാഗ്യങ്ങളും ആസ്വദിച്ച് ജീവിക്കും. വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുവാനുള്ള യോഗം വന്നു ചേരും. പ്രത്യേകിച്ച് ദുബായ്, അമേരിക്ക എന്നീ രാജ്യങ്ങളിലൊക്കെ ഈ നക്ഷത്ര ജാതകർ പോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവർ തൊഴിൽപരമായിട്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ധാരാളം പണമൊക്കെ വരുമ്പോൾ വിസിറ്റിങ്ങിനാകാം. ഏത് തന്നെയായാലും ഇവരുടെ ജാതകത്തിൽ വിദേശ യോഗം കാണുന്നുണ്ട്. ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ഒത്തിരി സൗഭാഗ്യങ്ങൾ ആസ്വദിക്കുവാൻ കഴിവുണ്ട്. ഞാൻ പറഞ്ഞത് തമാശയായി കാണണ്ട.
നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് പോകുവാൻ സാധ്യതയുണ്ട്. വിദേശത്തൊക്കെ ചെന്നിട്ട് എനിക്കൊരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. സന്തോഷം ഉണ്ടാകും. ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഇത് സത്യമാണ്, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. കൂട്ടുചേർന്ന് എടുക്കുന്ന ഒരു ഭാഗ്യം, അതായത് കൂട്ടുചേർന്നൊരു ബിസിനസ്സൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ഇവർ ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവർക്ക് നേടാൻ കഴിയുന്ന സമയം തന്നെയാണ് ഇടവമാസം 1-ാം തീയതി മുതൽ. ഇനി സൗഭാഗ്യത്തിൻ്റെ നാളുകളാണ്. വരും നാളുകളിൽ ഒത്തിരി സൗഭാഗ്യങ്ങളൊക്കെ ഇവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിചാരിച്ച കാര്യം സാധിക്കും. എല്ലാ രീതിയിലും ഇവർക്ക് പണത്തിൻ്റെ ഒരു അമിതമായ ആഗ്രഹമൊക്കെ ഉണ്ട്. അത് ലഭിക്കും. ഭയപ്പെടാനില്ല. ലാഭമുണ്ടാക്കും. കുലദൈവത്തെ മാസത്തിലൊരിക്കൽ ആരാധിക്കുക. എല്ലാം സഫലമാകും. തീർച്ചയാണ്. രോഗത്തെ ഒന്നും ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് രോഗമൊന്നും ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. നല്ല ചികിത്സകളൊക്കെ നൽകി മുന്നോട്ട് പോകുക. ഭയപ്പെടാൻ ഒന്നുമില്ല. വരുന്ന ആളുകൾ നല്ലതിൻ്റെയാണ്. ഒത്തിരി സൗഭാഗ്യങ്ങളുടെയാണ്. രക്ഷപ്പെടണം. രക്ഷപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് സകലവിധ നന്മകളും നേരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. अतुलितबलधामं स्वर्णशैलाभदेहम्